ലോകത്ത് വന്ന സകല നബിമാർക്കും റബ്ബ് ഒരു ദുആ നൽകിയിട്ടുണ്ട്. ആ ദുആ എല്ലാ നബിമാരും ദുനിയാവിലെ പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ ദുആ ചെയ്തിട്ടുണ്ട്. ആ ദുആഇന്റെ പ്രത്യേകത എന്താണെന്നറിയുമോ? ദുആ ചെയ്താൽ അതിന് അപ്പോൾ തന്നെ ഇജാബത്ത് കിട്ടും. പ്രതിസന്ധികളിൽ ഉപയോഗിക്കാനുള്ള പ്രാർത്ഥനയാണത്. അല്ലാഹു നൽകിയ ദുആ ലോകത്ത് വന്ന 1,24,000 നബിമാർക്കും കിട്ടിയത് പല സമയങ്ങളിൽ അവർ ദുആ ചെയ്തു. അവർക്കതിന് ഉത്തരവും കിട്ടി. സ്വഹാബ, ഞാൻ ആ ദുആ ചെയ്തിട്ടില്ലെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത്ഭുതമല്ലേ? അല്ലാഹുവിന്റെ റസൂലിന്റെ ജീവിതത്തിൽ അനുഭവിക്കാത്ത വേദന എന്താണുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിറന്ന നാട്ടിൽ നിന്ന് മക്ക പുറത്താക്കിയില്ലേ? ആ നേരം പൗരത്വ ബില്ല് വന്നപ്പോ ഈ നാട് വിടേണ്ടി വരുമോ എന്ന് നമ്മൾ പലരും ആലോചിക്കുകയും സങ്കടപ്പെടുകയും ചെയ്തില്ലേ? ജനിച്ച നാട് വിട്ടോടുന്ന രാത്രിയിലെങ്കിലും ആ ദുആ നബിതങ്ങൾ അള്ളാഹുവിനോട് ചെയ്തിട്ടില്ല. അവിടുത്തെ പ്രിയപ്പെട്ട കുഞ്ഞോമന മക്കൾ ചെറുപ്പത്തിലെ മരണപ്പെട്ടു പോയില്ലേ? അള്ളാഹുവിന്റെ റസൂൽ എപ്പോഴും ദുആ ചെയ്തില്ല. അവിടുത്തെ താങ്ങും തണലുമായ പലരും വീണുപോയില്ലേ? അപ്പോഴും ദുആ ചെയ്തില്ല. അവിടുത്തെ മുൻപല്ല് പൊട്ടിയിട്ട് ഷഹീദായില്ലേ? ആ നേരത്തും ദുആ ചെയ്തില്ല. കൊച്ചാപ്പയുടെ കരളു കുത്തിപ്പിളർന്ന യുദ്ധക്കളങ്ങളില്ലേ? അപ്പോഴും ദുആ ചെയ്തിട്ടില്ല. അള്ളാഹുവിന്റെ റസൂലിന്റെ ജീവിതത്തിൽ എത്ര പ്രതിസന്ധികൾ വന്നു. സ്വഹാബത്ത് അമ്പരക്കുകയാണ്. നബിയെ, ലോകത്ത് വന്ന സകല നബിമാരും പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ അള്ളാഹു നൽകിയ ആ ദുആ എടുത്തുപയോഗിച്ചല്ലോ, അങ്ങെന്തുകൊണ്ട് ഉപയോഗിച്ചില്ല? സ്വഹാബ, ഞാൻ ആ ദുആഇനെ മാറ്റിവെച്ചു. എനിക്ക് ആ ദുആ അള്ളാഹു നൽകിയതിനെ ഞാൻ മാറ്റിവെച്ചു. എവിടേക്കാണ് മാറ്റിവെച്ചത്? നാളെ എന്റെ ഉമ്മത്ത് വരില്ലേ സ്വഹാബ? അവര് പാപം ചെയ്തിട്ട് തെറ്റു ചെയ്തിട്ട് റബ്ബിന്റെ മുമ്പിലേക്ക് വരുന്ന ഒരു ദിവസം, മഹ്ശറയുടെ ദിവസമില്ലേ സ്വഹാബ? അവര് പ്രയാസപ്പെടുന്ന ഒരു സമയമില്ലേ സ്വഹാബ? അന്നു ഞാൻ എന്റെ റബ്ബിന്റെ മുന്നിൽ നിൽക്കും. അല്ലാഹുവേ, നീ എനിക്ക് തന്ന ദുആ ഞാനിതാ എന്റെ ഉമ്മത്തിന് വേണ്ടി ദുആ ചെയ്യുകയാണെന്ന് അല്ലാഹുവിന്റെ മുമ്പിൽ നിന്ന് ഞാൻ എന്റെ ഉമ്മത്തിന് വേണ്ടി ആ ദുആ ചെയ്യുമെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെങ്ങനെയാണ് ആ നേതാവിനെ നമുക്ക് സ്നേഹിക്കാതിരിക്കാൻ കഴിയുക?